കേസ് ഭിന്നശേഷി വാർഡ് സഭക്ക് ഞാൻ മൈക്കിൽ പറഞ്ഞ് എനിക്കൊരു ജോലി വേണമെന്ന് പിന്നെ അടിച്ചു വാരുന്ന് കിടക്കുന്നു. ചെയർമാന ബിന്ദു ആണ് ഉദ്ഘാടനം കഴിഞ്ഞ് പിന്നെ എല്ലാവർക്കും വീടില്ലാത്തതും വീടില്ലാത്തവർക്കെല്ലാം ഓരോന്നും ആനുകൂല്യം കിട്ടുന്നുണ്ട്. പിന്നെ ഇപ്പം ഞാൻ വാർഡ് സഭക്ക് വിളിച്ചതിന് ശേഷം അത് പോകാതൊരു മോശമല്ല. അപ്പം ഞാനും അമ്മയൊന്ന് പോയതായിരുന്നു. പിന്നെ അന്നേരം ഞാൻ ഈ ജോലിയിൽ പറഞ്ഞ് പിന്നെ ഇനിയിപ്പം സീപ്പറിന് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇന്ന് ഭിന്നശേഷി വാർഡ് സഭ അതാ മോള് പറഞ്ഞേ. എനിക്ക് ക്ലിയർ ആയിക്കോ എന്നറിയില്ല. അതാ ഞാൻ രണ്ടാമതൊന്നും കൂടി പറഞ്ഞു തരുന്നു. ടൗൺ ഹാളിലേനു ഇവരെ ആവശ്യങ്ങൾ പറയുക എന്നാ 2025-26 ഇതാണ് ഇന്ന് നടന്നത്. അപ്പോൾ ഇവരെ ആവശ്യങ്ങൾ എന്തെല്ലാം, അതിൽ വീട് ഇല്ല, വീടിൻ്റെ പറയുന്നില്ല. ഞങ്ങളെ ആവശ്യം ഞങ്ങൾക്കൊരു വീടാണ്, അതില്ലാന്ന് തോന്നുന്നു. അത് ഇപ്പം വീടൊന്നും കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ പിന്നെ ഞാനത് പറയണ്ടെന്ന് വിചാരിച്ചാൽ നോക്കുമ്പോൾ എനിക്ക് പറയണം തന്നെ. അങ്ങനെ മൈക്ക് വാങ്ങി ഓള് തന്നെ പറഞ്ഞു, ഞാൻ എംപ്ലോയ്മെൻറ്റിനുണ്ട് ഒരു അപേക്ഷ കൊടുത്തിന്, അതിന് നിങ്ങളെന്താ അത് പിന്നെ എനിക്ക് എന്നെ വിളിക്കാത്തതെന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കണം എന്നെല്ലാം ഇവള് പറഞ്ഞു. ഓളാവശ്യം ഓള് പറഞ്ഞു. അതന്നെ എനിക്ക് നല്ല കാര്യം തന്നെയാണ് മോള് പറഞ്ഞത്. ഞാൻ ഞെട്ടിപ്പോയിക്ക് ഇത്രയും നല്ല വ്യക്തമായിട്ട് പറഞ്ഞിക്കേ മോളോട് അങ്ങനെയുള്ള. പക്ഷെ എനിക്ക് എൻ്റെ ആവശ്യം എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള മക്കൾ സ്കൂളിൽ പോവാണ്ട് വീട്ടിലിരിക്കുന്ന ഈ മക്കൾ പിന്നെ മക്കൾക്ക് ഒരു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കുറേ ഓലെപ്പോലെയുള്ള തന്നെ കുട്ടികളും പിന്നെ കൂടിയിട്ട് ഒരാഴ്ചക്കൊരു 3 ദിവസമെങ്കിലും ഒരിക്കൊരു ഉല്ലാസം കിട്ടാൻ വേണ്ടി, മനസ്സിനൊരു സന്തോഷം കിട്ടുക, ചിരിയും കളിയും. അവിടെ ഒരു പഠിപ്പോ വേറെ ഒന്നുമില്ല, നല്ല എപ്പം നോക്കുമ്പോൾ കളിയും ചിരിയും പാട്ടുപാടലും. അങ്ങനെ ഒരു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വേണമെന്നാണ് എൻ്റെ ഒരു ആവശ്യം. അതെല്ലാ അമ്മമാരും ആഗ്രഹിക്കുന്നുണ്ടാവും. സ്കൂളിൽ പോകുന്ന കുട്ടികൾ പിന്നെ ഏറ്റങ്ങൾ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അത്ര പ്രശ്നമില്ല. അതുപോലെയല്ല വീട്ടിലിരിക്കുന്ന മക്കൾ നമ്മളോട് തന്നെ വീട്ടിൻ്റെ അകത്തിങ്ങനെ ഇരുന്നിട്ട് പിന്നെ ഞാൻ ഇന്നലെ ഒരു വീഡിയോയിലിട്ടിന് എങ്ങനെ മോളിങ്ങനെ രാവിലെ തൊട്ടിട്ട് രാവിലെ ഉറങ്ങി എഴുന്നേറ്റോളെ കുളിയും കഴിഞ്ഞ് അന്നേരം തൊട്ടോളം എൻ്റെ അടുക്കളയിൽ ഇരുന്നാൽ പിന്നെ എൻ്റെ ജോലി കഴിയുന്നേരമുള്ള അവിടെ തന്നെയാണ്. അതല്ലാണ്ട് ഞാൻ അങ്ങനെ ഒരു ഒരു പദ്ധതി ഉണ്ടാക്കിയാൽ പിന്നെ നല്ലതാണ് ഈ മക്കൾക്ക്. അവർക്ക് നല്ല ഇതിലും നല്ല മാറ്റം വരും അമ്മൂനെല്ലാം. കാരണം എന്ന് വെച്ചാൽ ഓല് സന്തോഷങ്ങൾ ചിരിയും എല്ലാവരെയും കാണും. അങ്ങനെ ഒന്നിച്ചിട്ട് ഇവള് കാണൂല്ലെങ്കിലും എല്ലാവരുടെ ശബ്ദങ്ങളും കേൾക്കുകയും പിന്നെ അതൊരു പ്രത്യേക സന്തോഷം തന്നെയാണ്. ഞാനത് കഴിഞ്ഞ പ്രാവശ്യം മുനിസിപ്പാലിറ്റിയിൽ പറഞ്ഞു ഇതേപോലെ വാർഡ് സഭയിൽ. പിന്നെ നോക്കാനൊരു ടീച്ചറെ ഒന്നും നിൽപ്പിക്കണ്ട, നമ്മളെപ്പോലെ വീട്ടിലിങ്ങനെ ഇരിക്കുന്ന വീട്ടമ്മമാരുണ്ടാവില്ലേ, രാവിലെ തന്നെ ചോറെല്ലാം വെച്ചേച്ച് നമുക്ക് ആ ചോറെല്ലാം എടുത്തിട്ട് പോകാം. അവരതിന് ചോറിനോ അല്ലെ ചായക്കോ ഒന്നൊരു പൈസ കണ്ടു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പോകുന്ന പോലെ രാവിലെ കുറച്ച് ചായയും ചോറും എല്ലാം എടുത്തിട്ട് പോയാൽ നമുക്ക് നമ്മളെ മക്കളെ കാണുകയും ചെയ്യാം, ഓരോ ആവശ്യങ്ങൾ നമുക്ക് നിറവേറ്റുകയും ചെയ്യുക. പിന്നെ അതിനായിട്ടൊരു പ്രത്യേക ടീച്ചേഴ്സിനെയൊന്നും വെക്കണ്ട. പക്ഷെ അതിനൊരു സ്ഥലം മുനിസിപ്പാലിറ്റി കണ്ടെത്തണം. അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ മുനിസിപ്പാലിറ്റി ഇപ്പം പഴയ കെട്ടിടത്തിൽ നിന്ന് പുതിയ കെട്ടിടത്തിലേക്ക് മാറുമ്പോൾ ആ കെട്ടിടത്തിൽ കുറച്ചൊരു സ്ഥലം നമുക്ക് അതിനായി നീക്കി വെക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ 1 വർഷം കഴിഞ്ഞ് അതിൻ്റെ ഒരു ഇതുമില്ല, മുനിസിപ്പാലിറ്റി മാറിയിട്ടുമില്ല. പിന്നെ അതുകൊണ്ട് ഞാൻ ഇൻക്വറി ഒന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞത് തന്നെ ഇങ്ങനെ പറഞ്ഞിട്ട് എന്താണെന്ന് വിചാരിച്ചിട്ട് നമുക്ക് വലിയൊരാഗ്രഹം. എന്നാൽ എൻ്റെ മോളെ പോലത്തെ മക്കൾക്ക് നല്ലൊരു മാറ്റം വരും. ഇങ്ങനെ വീട്ടിൽ ഒറ്റപ്പെട്ടിട്ട് ഇപ്പം ഓളൊരു മനസ്സിൻ്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വീഡിയോ ഇടുക കുറച്ച്, പിന്നെ അങ്ങനെ ഒരു 3:30-4 മണിയായാൽ ഈ മുറ്റത്തൂടി തന്നെ നടക്കും. ഞങ്ങളെ വീട്ടിലാകുമ്പോൾ ഞങ്ങൾ റോഡുമ്പോൾ കൂടി തന്നെ ഒരുപാട് ദൂരം ഇങ്ങനെ നടക്കും. അതാ ഓക്ക് കിട്ടുന്ന ഇപ്പോൾ ഉള്ള സന്തോഷം. അത് പോരാ.
നമ്മൾ ഒരുപാട് കുറേ കുട്ടികളുടെ കൂടെ കളിക്കാനുള്ളൊരു അവസരം വേണം. നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള കുട്ടികൾക്കെല്ലാം ജോലിക്ക് സ്കൂളിൽ പോകേണ്ടതാണ്. എല്ലാ സമയത്തൊന്നും ഇങ്ങനെ മക്കളെടുത്തൊന്നും വന്നിരിക്കാനൊന്നും അവർക്കൊന്നും ആവില്ല. അപ്പോൾ ഇതെല്ലാം വീഡിയോയിലും ഞാൻ ഇതെല്ലാം പറയുന്നത് വെച്ചാൽ ഇതെല്ലാം കണ്ടിട്ട് ആരെങ്കിലും കാണുന്നതിൻ്റെ എല്ലാം ഇതെല്ലാം ചെയ്യുന്ന ആൾക്കാർ ഇതെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവരെല്ലാവരും കൂടി ആലോചിച്ചിട്ട് ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യമായി. അത് ഏത് നാട്ടിലേക്കായാലും ഓരോരോ ജില്ലയിലുള്ള ഓരോരോ താലൂക്കിൻ്റെ ഇപ്പോൾ നമുക്ക് അതത് പ്രദേശത്ത് എത്തുന്നു. ഇപ്പോൾ ഇവിടെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഒരു ഏകദേശം ഈ ചുറ്റുമുള്ള ഒരുപാടുള്ള സ്ഥലങ്ങളിൽ അവിടെ നിന്നെല്ലാം വരാൻ പറ്റും അധികം ആൾക്കാർക്കും. അപ്പോൾ അങ്ങനെ മക്കളെയും കൊണ്ട് വന്ന് രക്ഷിതാക്കൾ ആണുങ്ങൾക്ക് അധികവും ജോലിക്കെല്ലാം പോകുന്നതായിരിക്കില്ല. പെണ്ണുങ്ങൾ എന്നെപ്പോലെ വീട്ടിലിരിക്കുന്നവരുണ്ടാവും. അവർക്കെല്ലാം മക്കളെടുത്ത് വന്ന് എല്ലാ അമ്മമാർക്കും വരുവാനാവില്ലെങ്കിലും വരുന്ന അമ്മമാർക്കെല്ലാം മക്കൾ ഒരുപോലെയല്ലേ, എല്ലാവരെയും നോക്കുമല്ലോ അവർ. അങ്ങനെ ഒരു പരിപാടി എടുക്കണം എന്ന് എനിക്ക് വലിയൊരാശ ഉണ്ടായിരുന്നു. എന്നാൽ തന്നെ ഈ മക്കൾക്ക് സന്തോഷമായിരിക്കും. അല്ലാണ്ട് ഇങ്ങനെ നമ്മളെ നോക്കി ഇങ്ങനെ അടുക്കളയിൽ ഇങ്ങനെ ഇരിക്കുന്നത് വല്ലാത്തൊരു വിഷമമാണ് അവർക്കും. അവരെ വളർച്ചയിലോ മുരടിപ്പാണ് വരിക സന്തോഷങ്ങളില്ലാണ്ട്. അത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, ചിലപ്പം നടപ്പാവുമായിരിക്കും, ഇന്നല്ലെങ്കിൽ നാളെ എന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് കേൾക്കുന്ന പോലേക്ക് ആർക്കെങ്കിലും ഇതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യുക, വളരെ സന്തോഷമായിരിക്കും. എന്നെപ്പോലത്തെ എൻ്റെ മോളെപ്പോലത്തെവർക്കും എന്നെപ്പോലത്തെ അമ്മമാർക്കും ഭയങ്കര സന്തോഷമായിരിക്കും. എന്ത് ഞങ്ങൾക്ക് സഹായങ്ങളോ ഇതെല്ലാം ഉണ്ടെങ്കിലും ഉള്ളിലൊരു ഇങ്ങനെ ഭാരം കെട്ടിക്കിടക്കുന്നുണ്ട്. ആ ഭാരങ്ങൾ ഒയ്യണമെങ്കിൽ ഇങ്ങനെയുള്ള കളിസ്ഥലങ്ങളിൽ മക്കൾ സന്തോഷിക്കുന്ന കാണുമ്പോൾ നമുക്കൊരുപാട് ആ ഭാരങ്ങൾ കുറേ ഒയ്യാം. അതിന് എല്ലാവരും മനസ്സ് വെച്ചിട്ട് ഒരുപാട് ആൾക്കാർ പല കാര്യങ്ങളും നല്ല നല്ല കാര്യങ്ങൾ പണ്ടത്തെ പോലെയല്ല, ഇപ്പോഴുള്ള ജനങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. നമുക്ക് ഇങ്ങനെ പൈസ ഇങ്ങനെ കെട്ടി വെച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. നമ്മളെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു നിമിഷമേ ഉള്ളൂ നമ്മളെ ജീവിതം. അപ്പോൾ അത് എല്ലാവരും സന്തോഷിക്കട്ടെ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ അധികം ആൾക്കാരും. അപ്പോൾ അവരെല്ലാം ഇതാരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പദ്ധതിക്ക് ഗവൺമെൻറ്റിനെ തന്നെ കാത്തു നിൽക്കണമെന്നില്ലല്ലോ, പ്രൈവറ്റ് വ്യക്തികൾക്കും അങ്ങനെ ഒരു പരിപാടി ആക്കാം. പക്ഷെങ്കിൽ നമ്മളെ കുട്ടികളങ്ങ് അപ്പാടങ്ങ് വിട്ട് കളയാനല്ല, അതിനായിട്ട് വിട്ട് ചാട ഒരു ടീച്ചേഴ്സിനെ വെക്കണം, അതിനെ വെക്കണം, അതൊന്നും വേണ്ട. അതിനെല്ലാം ഭയങ്കര പൈസ ചിലവ്. അതിനെല്ലാം ഉള്ള സ്കൂളുകൾ വേറെ ഉണ്ട്. പക്ഷേ ഇത് എന്ന് പറഞ്ഞാൽ മക്കൾ കളിക്കട്ടെ, ഒരിക്കൊരു ഒരു കൂട് അല്ലെങ്കിൽ സ്ഥലം അവിടെ അത് ചെയ്യാം. അതിനൊരു ഗവൺമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ പ്രൈവറ്റിനുള്ള ഇതോ ഒരു സുരക്ഷ ഒരു ശ്രദ്ധ ഉണ്ടാവണം. പിന്നെ ഞങ്ങൾ അമ്മമാരും എല്ലാം പോയി എന്തൊരു സുഖമായിരിക്കും മക്കൾക്ക്, അല്ലേ അമ്മോ? അങ്ങനെ ഇഷ്ടമില്ലേ ഇനി മോക്ക്? അല്ലേ എല്ലാവരോടും കളിക്കാനാ പറഞ്ഞു കൊടുക്ക്. എല്ലാവരും കളിക്കാൻ ഉറക്കപ്പറ. എല്ലാവർക്കും കളിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. കടപ്പുറം പോലെ അങ്ങനെയെല്ലാം ഭയങ്കര ഇഷ്ടമല്ലേ? ഇഷ്ടം. നമ്മളെല്ലാം എല്ലാവരുടെയും കടപ്പുറം എല്ലാം ആകുന്നിടത്തോളം അച്ഛൻ പണിക്ക് പോയിക്കില്ലെങ്കിലും സാരമില്ല, ഓളെ കടപ്പുറവും പാർക്കിലും എല്ലാം കൊണ്ടുപോകുന്നുണ്ട്. അതൊന്നും ചില മക്കളെയും കൊണ്ട് പോകാനകത്ത് എത്രയോ ആളുണ്ട്. അങ്ങനത്തെ ആൾക്കാർക്കെല്ലാം ഇങ്ങനെയുള്ള ഒരു വേദിയെല്ലാം കിട്ടിയാൽ നല്ല സുഖമാണ്. ആടെ പാലിയേറ്റീവിൻ്റെ എല്ലാം പരിപാടിയിട്ടാണ് കളിയുണ്ടാകുമ്പോൾ എല്ലാവരും എന്ത് സുഖമാണെന്നൊരു ദിവസം പോകുന്നത് തിരിയല്ല. നമ്മളെല്ലാവരെയും കണ്ട് നമ്മളെ കാണുമ്പോഴേക്കും നമുക്കൊരു വിഷമവും ഇല്ല, മറ്റേ ഒഴിക്കാന്ന്. അപ്പോൾ അവരും വിചാരിക്കും ഞങ്ങൾക്ക് എല്ലാ വിഷമവും ആ കുട്ടികൾ. അങ്ങനെ നമുക്ക് നല്ലൊരു എല്ലാവരെയും കാണുമ്പോൾ അവർക്കും മക്കൾക്കും ഭയങ്കര സന്തോഷമായിരിക്കും. എന്തെല്ലോ ഞാൻ പറഞ്ഞിക്ക് ആ ഒരു അമ്മേൻ്റെ ഒരു വിഷമമായിട്ട് കണ്ടാൽ മതി. എല്ലാവരും പിന്നെ ഞങ്ങളെ കൂടെ ഉണ്ടാവണം. എന്നാൽ ശരി, വീണ്ടും കാണാം.